ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയും പിന്നെ ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ട ചട്നി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു അരക്കപ്പിലും കുറച്ചായിട്ട് കപ്പലണ്ടി ചേർക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഇപ്പോൾ കപ്പലണ്ടിയുടെ നിറം ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളർ ആവണം. ഇതായിട്ടുണ്ട്. ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ അതേ പാനിലേക്ക് തന്നെ വേറെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ആ എണ്ണ തന്നെ ബാക്കിയുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. പിന്നെ ചെറിയൊരു സവാളയുടെ ഒരു പകുതി ഭാഗം കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ 3 വറ്റൽമുളക് ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ചേർക്കാം. ഇത് ഇത്രയും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സവാള നല്ലൊരു ബ്രൗൺ കളർ ആവണം, അതുവരെ വറുത്തെടുക്കുക. സവാള ഇത്ര തന്നെ മതിയാവും, കൂടുതലൊന്നും സവാള വേണ്ടി വരില്ല. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ചട്നിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മളിത് അരച്ചെടുത്തു. ഇതൊരു ബൗളിലേക്ക് മാറ്റി. അപ്പോൾ ഇതിലേക്ക് ഇനി കടുകും വറ്റൽമുളകും കരിവേപ്പിലയും കൂടി തളിച്ച് ചേർക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടി ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ദോശയ്ക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചട്നി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന റവയാണ്. അപ്പോൾ വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. പിന്നെ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി എന്ന കണക്കിൽ വേണം എടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ തന്നെ ഇട്ട് അടിച്ചെടുത്താലും മതിയാവും, അല്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കണം. ആവശ്യാനുസരണം വെള്ളവും കൂടി നമുക്ക് ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ വേണം, റവയ കാരണം. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിലാണിത് മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ദോശ വേണമെങ്കിൽ ഇത് വെച്ച് തന്നെ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഞാനിതിലേക്ക് കുറച്ച് സവാളയൊക്കെ ചേർക്കുന്നുണ്ട്, അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഇഷ്ടമാണെങ്കിൽ പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഈ സവാളയും കരിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയം മൂക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വാടി കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് മാത്രം ഇട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാടങ്ങ് റോസ്റ്റായി പോകേണ്ട ആവശ്യമില്ല. തേങ്ങയൊക്കെ നമ്മൾ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റിയാണ് നമ്മുടെ ഈ ദോശയ്ക്ക്. അപ്പോൾ ഇത്ര തന്നെ മതിയാവും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. അപ്പോൾ നമ്മൾ ഈ സവാളയൊക്കെ വറുക്കുന്ന സമയം കൊണ്ട് മാവ് കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ കൂട്ട് ചേർക്കാം. ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം തൈരും കൂടി ചേർക്കുന്നുണ്ട്. തൈര് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ വെറും വെള്ളം ഒഴിച്ച് കുഴച്ചാലും മതിയാവും. തൈരും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ലൂസായി പോകണ്ട, ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വലുപ്പത്തിൽ വേണമെങ്കിൽ വലുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ ഒരുപാടങ്ങ് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊരു കട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം. ഒരു സൈഡ് ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ വെന്ത് വരണം. 2 സൈഡും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ദോശയും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയും അതുപോലെ തന്നെ ചട്നിയും റെഡി ആയിട്ടുണ്ട്.
വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും ഈ ഒരു ദോശ. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്. അതുപോലെ ഒരുപാട് അങ്ങ് കട്ടിയാക്കണ്ട, കുറച്ചൊരു മീഡിയം തിക്നെസ്സിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്